ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണുന്നൊരു ഫുഡ് ബ്ലോഗർ അല്ല ഞാൻ. അതാണ് സംഭവം. എന്നെ ഒരു ഫുഡ് ബ്ലോഗറായിട്ട് മാത്രം എല്ലാവരും ശരിക്കും കാണുന്ന ഞാനല്ല ഞാൻ. ഇനി എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ 3 പേർക്കും എത്ര ബാങ്ക് ബാലൻസ് അക്കൗണ്ടിലുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞായിരിക്കും. പക്ഷെ എങ്കിലും എനിക്ക് വീട്ടിൽ പോണ്ടേ, പെണ്ണുങ്ങളോട് ബാലൻസ് ചോദിക്കാൻ പാടില്ല. അല്ല, നമ്മള് ബാലൻസ് ഞാൻ എന്നല്ല ആരും. സത്യത്തിലേ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാം. മൂപ്പര് ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട് ചോദിച്ചില്ലേ, എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. പറയരുത്. അല്ല അത് ഏത് ബാങ്കാന്ന് കൂടി പറയണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നജീബ് നാട്, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഈ 2 ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ബേസിക്കലി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പവർ ഓഫ് ഇൻഫ്ലുവൻസിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഇവർ വന്ന സമയത്ത് ഇവർ പറഞ്ഞത് ഞങ്ങൾ 3 ആളും ഇങ്ങനെയൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തി, ഞാനിത് ലീഡ് ചെയ്യാം, ഇവരെ കൊണ്ട് നമുക്ക് ഉത്തരം പറയിപ്പിക്കാം എന്നുള്ളൊരു സ്റ്റൈലിലേക്കാണ് ഞാനിതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയുകയും ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാം. കഴിഞ്ഞ 2014 വർഷം അല്ലെങ്കിൽ 2013 വർഷത്തിൽ ഒരുപാട് പഠനങ്ങളുണ്ട്. അപ്പം ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് രാവിലത്തെ പത്രം വായിച്ച എത്ര ആൾക്കാരുണ്ട് ഈ സദസ്സിൽ? 1 ആൾ, 2 ആൾ. ഓക്കെ, ഈ സദസ്സിൽ മൊത്തം 100 ആളുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു 10 ആൾ മാത്രമാണ് ഇന്ന് രാവിലെ പത്രം വായിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ പേജ് തുറക്കാത്ത എത്ര പേരുണ്ട് ഇതിൽ? സോഷ്യൽ മീഡിയ പേജ് ഓപ്പൺ ചെയ്യാത്ത, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാത്ത, യെസ് സെയിം, ഇവിടെ ഒരു 4-5 ആളുകളാണുള്ളത്. സോ പവർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അത്രമാത്രം നമ്മുടെ ഭാഗമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം ഫിറോസിക്കാനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഫിറോസിക്ക, ഞാൻ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറിയിൽ എണ്ണപ്പെടാത്ത ഒരാളാണ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സുരജ് കുമാർ എന്നാണെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് കോണ്ടന്റ് ക്രിയേറ്റർ എന്നാണ്. പക്ഷേ എനിക്ക് മുമ്പേ എന്നെയും ഇൻഫ്ലുവൻസ് ചെയ്ത ആളാണ് ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറയുന്ന ചാനൽ. ഓക്കെ, അപ്പം ഈ ഒരു ജേണി 2018-19 കാലഘട്ടങ്ങളിലൊക്കെ ആരംഭിച്ച് ഇപ്പം 2025 എത്തി നിൽക്കുന്ന സമയത്ത് ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് മറുപടി പറയാൻ കഴിയും? നമസ്കാരം പെരിന്തൽമണ്ണ. അപ്പോൾ ആദ്യം നജീബിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടിയതിൽ. മിക്ക പ്രോഗ്രാമുകളിലും ആളുകൾ വിളിക്കാറുണ്ട്, എങ്കിലും പോകാൻ സമയമില്ല. ഇന്നെന്തോ ഞങ്ങൾക്കെല്ലാം ഒരു ഇതിലെത്തിച്ചേരണം എന്നൊരാഗ്രഹം. പിന്നെ എല്ലാവരും പുതിയ സ്റ്റാർട്ടപ്പും ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു തരാനോ കഴിയുകയാണെങ്കിൽ അതന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയൊരു പവറല്ല, ഭയങ്കര പവറാണ് സോഷ്യൽ മീഡിയ. ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്ക് പറയാൻ വാക്കുകളില്ല. നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ പെരുമാറ്റമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റിയാൽ ഇന്ന് നടക്കുന്ന ബിസിനസ്സിനേക്കാളും ഒരു 25-30 മടങ്ങിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ 2012 കാലഘട്ടം മുതൽ സോഷ്യൽ മീഡിയയിലുണ്ട്. എൻ്റെ സ്റ്റാർട്ടപ്പ് 2012 അങ്ങനെ 2012 ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, അതൊക്കെ ക്ലോസ് ചെയ്തു. പല ഇൻ്റർവ്യൂകളിലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നീട് ഞാൻ 2014 വീണ്ടും ആക്റ്റീവായി. ഇതിനിടയിൽ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പല ബിസിനസ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിലൂടെ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷേ എനിക്ക് ആ ഒരു സംഭവത്തിനെ ചാനലിലേക്ക് കൊണ്ടുവരാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത്. 1-2 ചെറിയ എൻ്റെ ബിസിനസ്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ളത് മാത്രം കൊണ്ട് ഞാൻ കാണിച്ചല്ല, എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ
ഞാൻ ബിസിനസ്സായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകന് സ്വന്തമായി പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ സെയിൽ ചെയ്യാൻ വന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ഒരു ചീരയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതിൽ പല ആളുകളും ചീരയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എനിക്കൊരു ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ചെയ്തല്ല. അതിൽ ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാരണം ഒരു കർഷകൻ ഒരു ഉദാഹരണത്തിന് ഒരു തേങ്ങ, അദ്ദേഹത്തിന് നല്ല തേങ്ങയുണ്ട്, അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വിൽക്കാമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ചീരയാണെങ്കിലും തേങ്ങയാണെങ്കിൽ പോലും നമുക്ക് പല ആളുകൾക്ക് പല ആവശ്യങ്ങളാണുള്ളത്. അപ്പോൾ അവരിലേക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. തന്മൂലം നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില ആളുകൾ നമ്മൾ ചീരയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചില ആളുകൾ പറഞ്ഞത് ഇതൊക്കെ എന്ത് ചീര കച്ചവടം എന്നൊക്കെ. ശരിക്കും അതല്ല, മനസ്സിലാക്കാനുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കിയെടുക്കും. പക്ഷെ ഞാൻ ഒരു കർഷകർക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രചോദനത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും ഇന്ന് കേരളത്തിൻ്റെ ഏകദേശം 1/4 സ്ഥലങ്ങളിൽ എൻ്റെ ചീരയുണ്ട് എന്നുള്ളതാണ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത്രയും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് അത് സെയിൽ നടന്നു എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ ആ പ്രൊഡക്റ്റ് ഇന്നും സെയിൽ നടക്കുന്നുണ്ട്. പല മാർക്കറ്റ് പ്ലേസിലൂടെ നമ്മൾ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നജീബ് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ സ്വിച്ച് ചെയ്യാത്ത ബിസിനസ്സുകാരെങ്കിലും ഉണ്ടോ ഇവിടെ? ബിസിനസ് ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ ഇതുവരെ മാറ്റാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യുന്ന എത്ര ആളുണ്ട് എന്ന് പറഞ്ഞേ. സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ. എല്ലാവരും നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണോ മുഴുവൻ ഇരിക്കുന്ന ആളുകൾ? എല്ലാവരും ബിസിനസ്സുകാരാണോ? ഒന്ന് കൈവക്കോ. കൈവക്കാൻ കുറേ ആളുണ്ടല്ലേ. ബിസിനസ് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കൈവക്കാൻ പറഞ്ഞാണേ, നമ്മൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത്. ആ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് അതിനെ സ്വിച്ച് ചെയ്യാം. പിന്നെ ഈ പവർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർമാരെയും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ സ്വന്തമായി സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റവും വേണം. ഞങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസർമാരെ മീറ്റ് ചെയ്ത് അവരുമായിട്ട് പ്രൊമോഷനും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പറഞ്ഞിവിടെ അല്ലേ. ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അവർക്ക് അതിൻ്റെ ഗുണം ചിലപ്പോൾ അവർ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ അത് അറിഞ്ഞു കാണില്ല. പക്ഷേ ശരിക്കും ഇത് നമ്മൾ വിജയിക്കാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നടക്കുന്ന ബിസിനസ്സിനേക്കാളും ഒരു 10 മടങ്ങെങ്കിലും കൂടുതലായിട്ട് നമുക്ക് സെയിൽ ഉണ്ടാവും. കാരണം നമ്മുടെ കയ്യിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ഇപ്പം നിലവിൽ നമ്മൾ കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നതൊക്കെ നമ്മളൊരു സ്ഥാപനം ഉണ്ടാവും. ആ സ്ഥാപനത്തിൽ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ രാവിലെ കുറച്ച് ആളുകൾ വരും, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ വരുമ്പോൾ മാത്രമേ നമ്മുടെ കച്ചവടം നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമ്മൾ കച്ചവടമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നത് മൂലം നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ ഒരു സമയമുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ 9 മണിക്ക് കട തുറക്കുന്നു, വൈകുന്നേരം ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ കട അടയ്ക്കുന്നു. അതിന് ശേഷം ബിസിനസ്സേ നടക്കുന്നില്ല, നമ്മളിപ്പോൾ ഉറങ്ങുകയാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ സ്വിച്ച് ചെയ്താൽ അതിന് സമയപരിധികളില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട്, എൻ്റെ അടുത്തിപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു വാട്ടർ ബോട്ടിലുണ്ട്, ഇല്ലെങ്കിൽ ഒരു വെള്ളം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾ ചിത്രീകരിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പല ഭാഗത്തു നിന്നും കാണും. അപ്പോൾ നമ്മുടെ കടയിൽ സംഭവിക്കുന്നതാണ്, നമ്മൾ കട തുറക്കുന്നു, അതിൽ കുറച്ച് കസ്റ്റമർ വരുന്നു, കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം സമയമാകുന്നു, നമ്മൾ പൂട്ടുന്നു, പോകുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉറങ്ങുമ്പോഴും ബിസിനസ് നടക്കും. നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ഈ വീഡിയോ ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കും, അതിലൂടെ നമുക്ക് ബിസിനസ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര പവറായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വരുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. ഞങ്ങൾ മാത്രം ഇരുന്നൊരു സംസാരിക്കുന്ന ഒരു സെക്ഷൻ അല്ല അത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ തീർക്കാം. നിങ്ങളുടെ ഓരോ ആളുകളുടെയും സംശയങ്ങൾ പല ആളുകളുടെയും സംശയങ്ങളായിരിക്കും.
അവൻ നജീബ് ഓരോന്നും നജീബ് മൈക്കെടുത്തു. കാരണം എന്താ പറയുക, നമുക്ക് കുറച്ച് രസമായിട്ട് പോകണ്ട, കോമഡിയൊക്കെ ഞങ്ങൾ കുറച്ച് കോമഡിയൊക്കെ പറയുന്ന ആളുകളാണ്. അപ്പോൾ കോമഡി ആയിട്ട് പോവാം. ഒരു ഫിറോസൊക്കെ ഒരു കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളെ മാർക്കറ്റിനെ അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എത്രമാത്രം പ്രോപ്പറായിട്ട് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ എത്രമാത്രം നമുക്ക് റിട്ടേൺ വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യാം. രണ്ടാമത്തത്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ ഉപയോഗിച്ച്, ഇപ്പം ഉദാഹരണത്തിന് ഫിറോസ് ഖാൻ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ഫുഡ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിൽ എത്തുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ പത്രത്തിലൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പത്രം എല്ലാ ഓഡിയൻസിലും എത്തുന്നുണ്ട്. അത് വേണ്ടവരിലും എത്തുന്നുണ്ട്, വേണ്ടാത്തവരിലും എത്തുന്നുണ്ട്. ആ പത്രം തന്നെ പഴംപൊരി പൊഴിയാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് എല്ലാ ആളുകളിലേക്കും എത്തും. പത്രത്തിന് കുറ്റം പറയുന്നല്ല, പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ ത്രൂ നിങ്ങളത് മാർക്കറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിൽ, അതായത് അതിനോട് താല്പര്യമുള്ള ഓഡിയൻസിലേക്ക് തന്നെ എത്തും എന്നുള്ളൊരു. അല്ല നജീബ്, പത്രത്തിലേക്ക് പരസ്യം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അതിലും ചെറിയൊരു പോയിന്റ് എനിക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുന്നത്. പത്രത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. പത്രത്തിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യം ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടെന്നല്ല, എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യാന്നുള്ള ആ മനോഭാവം നമ്മൾ മാറ്റണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കമ്പാരിസൺ ആണ്, രണ്ടും കൂടിയുള്ള. അതെ, എല്ലാത്തിനും പത്രത്തിൽ പരസ്യം ചെയ്യുന്ന സമയത്തും പത്രത്തിനൊരു സമയമുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതിന്റെ മാറ്റം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയക്ക് സമയമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു പത്രത്തിന് 10 രൂപയുണ്ട് ഇപ്പോൾ, 12.50. മിനിമം ഒരു 10 രൂപ. ശരി, അപ്പം പത്രം വായിക്കേണ്ട, അതാണ് ഞാൻ പത്രം വായിക്കാറില്ല എന്ന് പറയില്ല, പത്രമൊക്കെ വായിക്കുക. എങ്കിലും സോഷ്യൽ മീഡിയയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ പത്രത്തിനും വരുന്നതിനൊരു സമയമുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സമയമുണ്ട്. ഈ സമയത്തിന്റെ അപ്പുറമാണ് സോഷ്യൽ മീഡിയ. കറക്റ്റ്. ഇന്ന് നടന്ന ഇന്ന് തന്നെ അറിയാം, ഇപ്പൊ തന്നെ അറിയാം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ തന്നെ അറിയാം. നാളെ രാവിലെ പ്രിന്റ് അടിച്ചു വരുന്നത്. പിന്നെ അല്ല, നമ്മൾ ഇപ്പൊ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വായിച്ച പത്രം നാളെ എടുത്ത് നോക്കാറില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചില നമ്മൾ അതിന് പരസ്യം കൊടുക്കുകയാണെങ്കിൽ നാളെയും വരും അത്. അല്ല, സോഷ്യൽ മീഡിയ എപ്പോഴും ഫ്രിഡ്ജ് പോലെ എന്നാ ഞാൻ പറയല്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇടക്കിടക്ക് ഒന്ന് തുറന്നു നോക്കും, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ. ഓക്കെ, അൻഫൽക്കയിലേക്ക് വരാം. ശരിക്കും ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫിറോസ്ക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രോ അപ്പ് ചെയ്യേണ്ടത്, നമ്മൾ സ്കെയിലപ്പ് ചെയ്യേണ്ടത്. പക്ഷേ അൻഫൽക്ക ശരിക്കും ഒരു യൂസ്ഡ് കാർ ഡീലറാണ്, സഫാരി കാർസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് 98% സോഷ്യൽ മീഡിയ ത്രൂ ആണ് അൻഫൽ സഫാരി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. കറക്റ്റ് അല്ലേ? ഒരു ട്രഡീഷണൽ മീഡിയ സിസ്റ്റവും ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങും വെച്ച് നോക്കുമ്പോൾ എന്താണ് അൻഫൽക്കാൻ്റെ ടേൺ? എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഞാനൊരു സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് ഉപയോഗിച്ച് എൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ സാധാരണയായിട്ട് ചെറിയൊരു വണ്ടി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കരുവാരമുണ്ട്. അങ്ങനെ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മുടെ ഷോറൂമിൽ ഒരു യൂട്യൂബർ വരികയും നമ്മുടെ പ്രൊഡക്റ്റൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ എടുക്കുകയും ചെയ്ത്, അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയൻ്റെ സാധ്യത തന്നെ എനിക്ക് മനസ്സിലാകുന്നത്. ഒരു വീഡിയോ എടുത്തു, അത് ഭയങ്കര റീച്ച് പോയി, 1 മില്യൺ വ്യൂ പോയി. അന്ന് യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 അനിയന്മാരുണ്ട്. ഒരനിയനോട് പറഞ്ഞു ഈ നിൽക്ക്, മറ്റവനെ പറഞ്ഞയച്ച് ആരും നിന്നില്ല. ലാസ്റ്റ് ഇന്നെ തന്നെ നിർത്തി. ഞാൻ മാസ്കൊക്കെ ഇട്ട് പേടിച്ചിട്ടാണ് അന്ന് ആ ക്യാമറയുടെ മുന്നിൽ ഞാൻ വന്നിന്. അങ്ങനെ പേടിച്ച് വിറച്ച് പുള്ളിൻ്റെ ചാനലിൽ ഞാൻ നിന്ന് നമ്മളില്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്തു. ഒരു 4 ദിവസം കൊണ്ട് നമ്മളെ പ്രൊഡക്റ്റൊക്കെ വിറ്റുപോയി ആ വീഡിയോ കാരണം. അപ്പോഴാണ് എനിക്കിതിൻ്റെ സാധ്യത മനസ്സിലായി. ഞാൻ പെട്ടെന്ന് അടുത്ത സ്റ്റോക്ക് വണ്ടികൾ ഇറക്കണു, ഇദ്ദേഹത്തിനെ വിളിക്കണു, ഇദ്ദേഹം വീണ്ടും വരുന്നു, വീഡിയോ ചെയ്യുന്നു, വണ്ടികൾ വിൽക്കണു, വീണ്ടും വണ്ടികൾ ഇറക്കണു, ഇദ്ദേഹത്തിനെ വിളിക്കണു, ഇദ്ദേഹം പറയുന്നു നാളെ വരാം. നാളെ റെഡിയായി ഇൻഷേഡൊക്കെ ചെയ്ത് നിന്നപ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റന്നാൾ വരാം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഇദ്ദേഹത്തിന് കാത്തു നിന്നാൽ ചിലപ്പോൾ നമ്മളെ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ ഞാൻ തന്നെ അവിടെ സ്റ്റുഡിയോ പോയിട്ടാണ് ആദ്യമായിട്ടൊരു ക്യാമറാമാനെ കൊണ്ടുവരുന്നു. ഇതാണ് നമ്മളെ വണ്ടി, ഇതാണ് നമ്മളെ സാധനം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അന്നാണ് യൂട്യൂബർ ആവുന്നത്. ശരിക്കും ഓരോട് നന്ദി പറയണം അല്ലേ? ശരിക്കും ഓരോട് നന്ദി പറയണം. വന്ന ചിലപ്പോൾ ഇങ്ങനെ ആവില്ല. അദ്ദേഹത്തിന് മിഞ്ഞാന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര കമ്പനിയാണ്. സത്യത്തിൽ അദ്ദേഹമാണ് ഒരു ക്യാമറയുടെ മുന്നിൽ എനിക്ക് ധൈര്യത്തിൽ നിൽക്കാൻ പറ്റിയത്. പക്ഷേ ഇന്നിപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ
ഈ പറയുന്ന നജീബ് റഹ്മാനും ഫിറോസ്ക്കൊക്കെ ഞാൻ ലോക്ക്ഡൗണിൽ ഇവരെ വീഡിയോ ഇരുന്ന് കണ്ടിരുന്ന ആളാണ് ഞാൻ. ഇന്ന് ഇവരപ്പോൾ എനിക്ക് ഈ സ്റ്റേജിൽ ഇരിക്കാൻ കഴിഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാണ്. അതിനുള്ള ചെലവ് പുറത്തിറങ്ങിയിട്ട് തരണം. അപ്പം അന്ന് നജീബ് ബ്രോനെ വിളിച്ചിട്ടുണ്ട്, നജീബ് ഖാനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന 2 പേരെ കൂടെ ഇരിക്കാൻ പറ്റി, അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റി. ഇതൊക്കെ സോഷ്യൽ മീഡിയേൻ്റെ പവറാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടുണ്ടായ ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കരുവാരകുണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടത്തിലൊരു 3 പഞ്ചായത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്തൊരു ഇന്നോവ വിൽക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ് എൻ്റെ അടുത്ത് വിൽക്കാനുണ്ടെങ്കിൽ എനിക്ക് വളരെ ലിമിറ്റഡ് കസ്റ്റമറേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ലിമിറ്റഡ് കസ്റ്റമർ വരുമ്പോൾ ഇപ്പോൾ നമ്മളന്ന് പെട്ടെന്നാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, നമ്മളെ കാറ് വിൽക്കുമ്പോൾ ലോൺ ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ ഒരു യൂട്യൂബൊക്കെ വന്ന സമയത്ത് നമ്മൾ ലോണ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ലോണ് റെക്കമെൻഡ് ചെയ്യണ പരിപാടി നിർത്തി. ലോണില്ലാതെയാണ് വണ്ടി വെക്കുന്നത്. അന്ന് ഒരു 90% ആൾക്കാർ എന്നോട് പറഞ്ഞു, എൻ്റെ കച്ചവടം ഇജ്ജ് പൂട്ടേണ്ടി വരും, കാരണം ലോൺ ഇടാതെ വണ്ടി വിൽക്കാൻ കഴിയൂല. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നത്. അപ്പോൾ 3 പഞ്ചായത്ത് ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് ഉണ്ടായിരുന്ന കസ്റ്റമർ എന്തായി, എനിക്ക് വൈഡ് ഓഡിയൻസായി. ഒരു വണ്ടിക്ക് ഒരു 3-4 കസ്റ്റമർ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാവുള്ളൂ. ആ കസ്റ്റമർ എനിക്ക് എന്തായി, ഒരു വണ്ടിക്ക് തന്നെ 100 കസ്റ്റമറായി. ഈ 100 കസ്റ്റമറിൽ നിന്ന് ഏറ്റവും നല്ല കസ്റ്റമറെ നോക്കിയിട്ട് എനിക്ക് എന്തായി, വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെത്തില്ല പ്രൊഡക്റ്റ്. പിന്നെ യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടാവും, എല്ലാവരും കളിയാക്കും. ഒന്നില്ലെങ്കിൽ ഇജ്ജ് ചൊറുക്കില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് നല്ലവർക്ക് മലയാളം തന്നെ പറയാൻ വയ്ക്കാത്ത ആളാണ് ഞാൻ. ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാട്ടാ ആള്, വെറുതെ പറയാ. അത്യാവശ്യം സംസാരിക്കാനുള്ള ഇംഗ്ലീഷൊക്കെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ രീതിയിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ചെക്കന്മാർ എൻ്റെ സുഹൃത്തുപ്പോൾ അവിടെ ഉണ്ട്, അവരൊക്കെ വന്നിട്ട് എന്നെ കളിയാക്കും, ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഹായ് ഫ്രണ്ട്സ് കണ്ടാൽ തുടങ്ങുക. അതേപോലെ ഞാൻ ഡ്രസ്സ് ഇട്ട് വൈറ്റ് ഡ്രസ്സ് ഇട്ട് അപ്പോൾ പറയും എന്താ ഡ്രൈവറോ പൈലറ്റോ. ശരിക്ക് അമ്പാന് മുന്നേ വൈറ്റും ട്രെൻഡിങ് ആക്കിയ അൻഫലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ കോട്ടിടാൻ കാരണമുണ്ട്. ഞാൻ പിന്നെ നമ്മൾ ടീമിനോട് പറഞ്ഞ് ഞാൻ നാളെ ഇപ്പോൾ സ്കെയിലപ്പിൻ്റെ പരിപാടിക്ക് പോവാണ്, ഏത് ഡ്രസ്സ് ഇടും. അപ്പോൾ ഞാൻ പറഞ്ഞു കോട്ടിട്ടാലോ. അപ്പോൾ ചെക്കന്മാർ പറഞ്ഞ് എല്ലാവരും പറയും പുളിച്ചാണ് പറയും. എന്നാൽ ശരി പുളിച്ചാകട്ടെ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ നിങ്ങളെ കൂട്ടത്തേക്ക് നല്ല അടിപൊളി വൈറ്റൊക്കെ ഇട്ട ഒരാളും കടന്നു വന്നാൽ ഞങ്ങൾ 4 ആളും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ നോക്കും, എന്നിട്ട് പറയും എന്താ ഇപ്പോൾ എൻ്റെ കോലം. അപ്പോൾ മറ്റേ ചോദിക്കും ഓൻ ഏതാ, ഓൻ സഫാരി കാർസ് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്, വണ്ടി കച്ചവടക്കാരനാ. മൂപ്പർക്ക് വണ്ടി കച്ചവടം ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചിലവർ പറയും വലിയ സംഭവമാണ്, അതിക്ക് വേണമെങ്കിൽ ആന വേണം ചേന വേണം, സംഭവം ഒരു അലക്കിയില്ല. കാരണം നമ്മളടുത്ത് എന്താ ഉള്ളത് അതേറ്റ് വരിക, അത് വീഡിയോ എടുക്കുക, അത് സത്യസന്ധമായിട്ട് അവിടെ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. നമ്മളൊരു ബ്രാൻഡ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി പറയാം, നുണ പറയാം, കള്ളത്തരം കാട്ടുക, നാളെ ഇതേമാതിരി ഒരാളെ മുന്നിൽ പോയി ഇരിക്കാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ് ക്രെഡിബിലിറ്റി. അതെ, ക്രെഡിബിലിറ്റി. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസറും അതുപോലെ ക്രെഡിബിൾ ആയിരിക്കണം. ഏതെങ്കിലുമൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന എന്തും ചെയ്യുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള സ്ട്രാറ്റജി പതുക്കെ ചേഞ്ച് ചെയ്യണം. അത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും നിങ്ങളുടെ ബിസിനസ്സിനെയും കൂടി അത് ബാധിക്കും. സോ ക്രെഡിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു കോൺഫിഡൻറ്റ് ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ട്. കാരണം ഞാൻ വിറ്റ വണ്ടി അല്ലെങ്കിൽ ഞാനൊരു വീഡിയോയിൽ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുന്നിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നീച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഒരാൾ തല്ലാൻ വന്നാൽ നമ്മൾ കുടുങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെയും പേടിക്കണ്ട, നമ്മളെത്തില്ല സാധനം മാത്രം നോക്കിയാൽ മതി. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അത് പോയിന്റാണ്. വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇതേപോലൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പം 2019-20 കാലഘട്ടങ്ങളിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഓട്ടോമോട്ടീവ് വ്ളോഗേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്. സോ അവർക്കൊരു ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ അന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിരുന്നു, എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മീഡിയ ഡ്രൈവ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. കാരണം എല്ലാ ബ്രാൻഡ്സും മീഡിയ ഇവൻറ്റ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഐ വാസ് ഇൻ ഡ്രീം ലൈക്ക് എനിക്കത് അറ്റൻഡ് ചെയ്യണം, അതിന് പോകണം എന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും അങ്ങനത്തെ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യൂല,
കാരണം ഈ ക്രിയേറ്റേഴ്സ് അങ്ങനത്തെ ആൾക്കാർ, കാരണം ജേർണലിസ്റ്റുകളെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇന്ന് ഈവൻ മെഴ്സിഡീസ് ബെൻസ് ആണെങ്കിൽ പോലും ലാംബോർഗിനി ആണെങ്കിൽ പോലും അവരുടെ ഫ്ലീറ്റുകളിൽ ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ അഭിമാനത്തോടെ പറയാം, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇപ്പം എല്ലാ ബ്രാൻഡുകളും, ഇപ്പം നിങ്ങൾ ഓട്ടോമോട്ടീവിൽ നോക്കിക്കഴിഞ്ഞാൽ ലാംബോർഗിനി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൺ ടീമാണ്. ലംബോർഗിനി, മെഴ്സിഡീസ്, BMW എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെയും ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് അതൊരു ട്രഡീഷണൽ മീഡിയക്ക് പകരം വെക്കാവുന്ന മറ്റൊരു സിസ്റ്റമായിട്ട് ഡെവലപ്പായി വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസ്സുകാർക്ക് ഉപയോഗപ്പെടുത്താം. എൻ്റെ വണ്ടി തള്ളാൻ ഒരു തണ്ടിയുടെയും സഹായം വേണ്ടാറില്ലേ. അതായത് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ മറ്റൊരാളെ കാത്തിക്കണ്ട. ഇന്ന് ഫിറോസ്ക ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ലക്ഷങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ലക്ഷങ്ങൾ ഫിറോസ്കാർക്ക് കൊടുക്കണം. നജീബ്രോ വന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ഇതെനിക്ക് ഫ്രീ ആണ്. രാവിലെ ക്യാമറാമാനെ വിളിക്കണു, നമുക്ക് ഫ്രീ ഉണ്ടോ, നമ്മൾ ചെയ്യണു. 4 അനിയന്മാരെയും പറഞ്ഞ് ഇപ്പോൾ ഓലൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇല്ല, യാത്ര പോയി. 5 യൂട്യൂബ് ചാനലുണ്ട്. ഇല്ല, യൂട്യൂബ് ചാനലൊക്കെ ഒന്നുള്ളൂ. പക്ഷേ അതല്ല, ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഓപ്പൺ ആവും എന്നുള്ളതാണ്. അതായത് കരുവാരക്കുണ്ടിൽ നിന്നിട്ട് പോലും തിരുവനന്തപുരത്തു നിന്ന് ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്. സോ ഈ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയിലൂടെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ചീര വാങ്ങിയിട്ടുണ്ട് അല്ലേ ഡൽഹിയിൽ നിന്ന്? അതെ. അല്ല, അതിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകൾ എത്ര ആളുകളുണ്ട്? സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരൊന്ന് കൈവക്കോ? അല്ല, എനിക്കൊരു ചോദ്യം ചോദിക്കാം. അല്ല, ഒരു മിനിറ്റ്. സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളെന്ന് കൈവക്കോ? യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും? അല്ല, നിങ്ങൾ യൂട്യൂബർ, അത് ഞങ്ങളാണ്. യൂട്യൂബറൊക്കെ ഞങ്ങളാണ്. നിങ്ങളെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ യൂട്യൂബർമാരല്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ വിൽക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ഞങ്ങളെപ്പോലെ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു ഉപജീവന മാർഗമാണ്, ഇല്ലെങ്കിൽ അതെൻ്റെ ഒരു ബിസിനസ്സാണ്. അതാണ് ശരി. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടായിരിക്കും. എൻ്റെ ഇപ്പോൾ യൂട്യൂബർ എന്ന് പറയാം, ഞാൻ യൂട്യൂബറാണ്. പക്ഷെ നജീബ്, ശരിക്കും പറഞ്ഞാൽ നജീബിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഥയാട്ടാ. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡായിരുന്ന ആളാണ് നജീബ്. ഖത്തറിൽ. അതിന് പിന്നെ അവസരമുണ്ട് ഖത്തറിൽ. അതൊക്കെ ഉപയോഗിച്ചിട്ട് അവനൊരു താല്പര്യമാണ് ഈ ഓട്ടോമാറ്റിക് വ്ളോഗർ ആകണം എന്നുള്ളൊരു താല്പര്യം കൊണ്ടിട്ടാണ് നജീബ് വന്നത്. ഇപ്പോൾ അൻഫലിഖാനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബർ അല്ല അൻഫലിഖ. അൻഫലിഖ് ആസ് എ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പം ഞാൻ ലക്ഷ്യം വെക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും റവന്യൂ എനിക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബിന് വേണ്ടി ജോലി ചെയ്യുന്ന, എൻ്റെ സ്വന്തമായിട്ട് ഒരു എന്താ പറയുക, എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ജോലി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് യൂട്യൂബ്, അങ്ങനെ പറയാം. അതെ. അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മടിയുണ്ടോ? ആരെങ്കിലും നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വന്നാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള തോന്നലുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടുന്ന് കൈപോക്കട്ടാ. ഉണ്ടല്ലേ? ഇതൊക്കെ മാറ്റി വെച്ചോളെ. ആളുകളൊന്നും വിചാരിക്കില്ല, അതൊക്കെ നമ്മുടെ വിചാരമാണ്. അവരൊന്നും ആരും ഒന്നും വിചാരിക്കാൻ പോകില്ല കേട്ടാ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്യാമറ എടുത്ത് 1-2 തെറ്റുകളൊക്കെ പറ്റും. ഇനിയിപ്പോൾ ആര് വിചാരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നോ, ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ആ ആളുകൾ, ഇന്ന ആളുകൾ എന്നൊരു ലക്ഷ്യം ഉണ്ടാവും. ഇപ്പൊ നജീബ് വിചാരിക്കും, അൻഫലൊക്കെ വിചാരിക്കും, ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്തിടണം, ഇപ്പൊ വിളിക്കരുത്. ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തുടങ്ങണം പരിപാടി. ഇവര് കാണുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇയാളെ ബ്ലോക്ക് ചെയ്ത പിന്നെ കാണില്ലല്ലോ. അപ്പൊ തുടങ്ങണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാനായിട്ട് യാതൊരു മടിയും വേണ്ട. സോഷ്യൽ മീഡിയ അത്രയ്ക്ക് മോശമായ ഒരു പ്ലാറ്റ്ഫോം അല്ല. നമ്മുടെ ബിസിനസ് ഇന്ന് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് എല്ലാ ബിസിനസ്സുകാരും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാത്രം പരസ്യം ചെയ്യുക എന്നുള്ളതല്ല, ഞങ്ങളെ പോലുള്ള ആളുകളെയും പരസ്യത്തിന് ഏറ്റെടുക്കുക. പത്രം ഉപയോഗിക്കുക, TV ഉപയോഗിക്കുക, എല്ലാ മീഡിയകളും നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് എല്ലാ മീഡിയകളും ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായി ശ്രമിക്കുക. അതിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയ പരിപാടിയാണ് നമ്മൾ തന്നെ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങുക എന്നുള്ളത് കേട്ടോ. അതിൽ ആരെന്ത് വിചാരിക്കും, നമ്മുടെ കുടുംബക്കാരെന്ത് വിചാരിക്കും, സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും, അങ്ങനത്തെ ടെൻഷനേ വേണ്ട. അവരെന്തോ വിചാരിച്ചോട്ടെ. നമ്മൾ നന്നായി കഴിയുമ്പോൾ അവരെ തന്നെ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പോഴാണ് ഇത് അവർക്ക് തോന്നലില്ല കേട്ടോ. നമ്മൾ വിചാരിക്കാം നജീബ് എന്ത് വിചാരിക്കുന്നത്. സത്യത്തിൽ നജീബ് ഒന്നും വിചാരിക്കണ്ടല്ല, ഇത് എൻ്റെ തോന്നലാണിത്. നജീബ് എന്ത് വിചാരിക്കുന്നുള്ളത് കേട്ടോ. അതുപോലെ അൻഫലിക്കൊന്നും വിചാരിക്കണം, ആരും ഒന്നും വിചാരിക്കില്ല. വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോട്ടെ. ചിലപ്പോൾ നാട്ടിൽ എന്ത് പറഞ്ഞ് നടക്കും നമ്മളെ കുറിച്ചിട്ട് അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ കുടുംബക്കാരോട് പറയാതിരുന്നാൽ മതി.
അത് നമ്മുടെ തെറ്റാണ്. നമ്മുടെ സെൽഫ് ഈഗോ ആണ്, നമ്മുടെ ഉള്ളിലുള്ള ഈഗോ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് അങ്ങ് തോന്നുന്നത്. നമ്മൾ അവരൊന്നും വിചാരിക്കില്ല അങ്ങോട്ട് വിചാരിച്ചാൽ പോരെ, അവരൊന്നും വിചാരിക്കില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ യൂട്യൂബറാന്ന് എൻ്റെ കുടുംബക്കാരൊക്കെ പറഞ്ഞ നമ്മളൊരുമിച്ച് തായ്ലാൻഡിൽ പോയപ്പോൾ നിങ്ങളെ വീഡിയോ വന്നപ്പോഴാണ് ഇജു യൂട്യൂബർ ആണോ എന്ന്. സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു കഥ പറയട്ടാ, എൻ്റെ ഒരു കഥ പറയാം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് 2012 2012 ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് അപ്പോഴൊന്നും ശരിക്കും പറഞ്ഞാൽ ആ സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഒരു എന്താ പറയുക, ഒരു വേറെ രീതിക്ക്, ആ രീതി എന്താണെന്ന് ഞാൻ പറയുന്നത്, ഒരു വേറെ രീതിക്ക് കാണുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് 2012 അപ്പം ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി, കുറച്ച് വീഡിയോസൊക്കെ ഇട്ടുപോയി. പിന്നെ പലയിടത്തും കിട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ അടിച്ചുപോയി. പിന്നെ അതിൽ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 2014 വീണ്ടും ഞാൻ തിരിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ 2014 ഞാൻ വന്ന് കുറച്ച് ഹെൽത്ത് ടിപ്സുകൾ, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണുന്നൊരു ഫുഡ് ബ്ലോഗർ അല്ല ഞാൻ, അതാണ് സംഭവം. എന്നെ ഒരു ഫുഡ് ബ്ലോഗറായിട്ട് മാത്രമല്ല നിങ്ങൾ ശരിക്കും കാണുന്ന ഞാനല്ല ഞാൻ. അതെ, ശരിക്കും കാണുന്ന ഞാനല്ല ഞാൻ, കേട്ടാ, ഫുഡ് ബ്ലോഗറായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് കറക്റ്റ് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഞങ്ങൾ. കാരണം നമുക്ക് യാത്ര ചെയ്യണോണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അത് മറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളി. അതായത് ഞാനൊരു യൂട്യൂബറായി നമ്മൾ ഒരു സമയത്ത് ഒരു ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞുക്കണു, ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് നമ്മൾ തന്നെ ചെയ്തു. ഫിറോസ് ഖാനെ പരിചയപ്പെട്ടതിന് ശേഷം എത്രയോ കാര്യങ്ങൾ പുള്ളിൻ്റെ അടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ ഇയാൾ പുള്ളിത്തുണിയും ടീഷർട്ടൊക്കെ ഇട്ട്, എൻ്റെ മനസ്സിലും അത് തന്നെ, പുള്ളിത്തുണിയും ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യണ്, കുറേ കോമഡി പറയണ്. ഇന്നലെ ഒരു റീലുണ്ട് ഞാൻ, ഒരു കുട്ടികൾ 2 ഒരു കാമുകനും കാമുകയും ഇരുന്നാണ്ട് എന്തോ ചെറിയ കുട്ടികൾ പ്രേമിക്കണം. അത് കഴിഞ്ഞിട്ട് ഫിറോസ് ഖാൻ പവർ കൂടിയ വണ്ടിക്ക് പവർ കൂടുതലേക്കാർ പറഞ്ഞിട്ട് വണ്ടി ഒത്തിരി വരുന്ന വീഡിയോ, ഇതൊക്കെ ഇയാൾ ക്രിയേറ്റ് ചെയ്ത്. ഒരു ദിവസം ഫിറോസ് ഖാൻ എന്നോട് ചോദിച്ചു, ശരിക്കും ജനങ്ങൾ ഇപ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോൾ ചില കമൻറ്റ് കാണും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇജൊക്കെ വളരുന്നത്, ഇജൊക്കെ വലുതാവണമെന്ന് പറയും. സത്യത്തിൽ നമ്മൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അവർ നമ്മളെ കണ്ടു? ഇപ്പം ഞങ്ങളെ കാണില്ലാറെ, ഇനി നജീബ്രോനെയും കാണില്ലാറെ കോടിക്കണക്കിന് ആൾക്കാരാണ് ഫിറോസ് ഖാനെ കാണുന്നത്. ഫിറോസ് ഖാൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അറബികളെയും ഹിന്ദിക്കാരെയാണ്. ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കാണുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫിറോസ് ഖാൻ്റെ റീൽ എടുത്തിട്ട് നോക്കുക, ഫുള്ള് ഹിന്ദിക്കാരെക്കാരൻ കമൻറ്റ്. ആ ഹിന്ദിക്കാർ ഇവിടെ വരാൻ കാരണം മൂപ്പര് ഹിന്ദിക്കാരെ ടാർഗറ്റ് ചെയ്തു, പൊട്ടന്മാർ ഹിന്ദിക്കാരാണ്. ഇവരെ വിചാരം ഇവരാണ് ഫിറോസ് ഖാനെ വലുതാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, അത് ചെറിയ കളിയല്ല. അപ്പോൾ ഈ കോമഡി ഉണ്ടാക്കുന്നതും മൂപ്പര് ഈ പവർ കൂടിയ വണ്ടി പവർ കൂടുതലാണ് പറയണതൊക്കെ എന്താണ്, ഈ സോഷ്യൽ മീഡിയയിൽ ഓളുണ്ടാക്കുകയാണ്. അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ ഫിറോസ് ഖാൻ? ഇത് സത്യത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ 2014 ഞാൻ ഒരു ടെക് വ്ളോഗറാണ്. ടെക് വ്ളോഗ് ആൻഡ് ഹെൽത്ത് ടിപ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ടെക് വ്ളോഗർ പറഞ്ഞാൽ എങ്ങനത്തെ ടെക് വ്ളോഗർ അറിയോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കമ്പ്യൂട്ടറിൽ കറക്റ്റ് വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത ടെക് വ്ളോഗറാണ്. അതെ, അല്ല ഞാൻ അന്ന് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഇപ്പം 2014 2012 വളരെ കുറഞ്ഞ യൂട്യൂബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനകത്ത് വന്നു എന്നുള്ള. പിന്നെ 2014 പിന്നെ ഓരോ ആളുകളെ പരിചയപ്പെട്ട് നമ്മളിതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം എനിക്കറിയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വാട്സപ്പിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ, അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടത്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ട്രെയിനിൽ യാത്ര, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3000-ൽ പരം വീഡിയോ ഞാൻ അന്ന് തന്നെ 2014, 15, 16 കാലഘട്ടങ്ങളിലൊക്കെ 18 വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന എൻ്റെ സാഹചര്യം, എൻ്റെ നാട്ടുകാർ എന്ത് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്, അതിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2018 ഞാൻ ഈ ഫുഡ് ചാനൽ തുടങ്ങുന്നത്. അതുവരെയും എൻ്റെ വീട്ടിലോ എൻ്റെ നാട്ടിലോ എൻ്റെ ആളുകൾക്കൊന്നും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇവനെന്തോ കള്ളക്കടത്താണെന്ന് പറഞ്ഞു, കള്ളക്കടത്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമുണ്ട്, ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ജോലിക്ക് പോകില്ല. ഞാനാണെങ്കിൽ വീട്ടിൽ കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള പരിപാടി. അപ്പം നാട്ടുകാർക്ക് ഇത് അറിയില്ല. ഞാനെന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. ഒരു ചുട്ടിപ്പാറ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഇവനെന്തോ ഇൻ്റർനെറ്റിലൂടെ എന്തോ വിൽപ്പനയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കാലഘട്ടം മാറിയിട്ട് ഇപ്പോൾ യൂട്യൂബർ ആണെന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതിന് ഞങ്ങളും കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ശരിക്കും. ഇതൊരു പ്രൊഫഷനായി ആൾക്കാർ അംഗീകരിച്ചു തുടങ്ങി. അതെ. അപ്പോൾ ദുബായിലൊക്കെ ലൈസൻസ് ഉണ്ട് ഇതിന്. ലൈസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2018 ഞാൻ ഈ ആടും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇവന് പ്രാന്താണ്,
ഇവനെന്തോ പ്രാന്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് നാട്ടുകാർക്ക് പിള്ളേർക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ട് ഇതെവിടെ എത്തുന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നത് 2030 2030 ഭയങ്കര വലിയൊരു സംഭവം നടക്കാൻ പോകുന്ന ഒരു വർഷമായിരിക്കും 2030 എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ 2025 ഇവിടെ ഇരിക്കുന്നൊന്നും കാണുന്നൊന്നും ആയിരിക്കില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് സ്വിച്ച് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോണ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നമുക്കൊരു 13 മിനിറ്റാണ് ഇവിടെ കാണുന്നത് അല്ലേ? അവർ ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കത് അവസാനിപ്പിച്ചിട്ട് അവരോട് ചോദ്യം ചോദിക്കാൻ പറയാം അല്ലേ? അപ്പം അങ്ങനെ ഈവൻ എൻ്റെ വീട്ടിൽ വരെ 2018 ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വരെ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്, ഈ ചെക്കന് എന്തോ പ്രശ്നമുണ്ട്, ഇവൻ ആടിനൊക്കെ വാങ്ങിയിട്ട് ഇത്രയും 10,000, 20,000, 30,000 രൂപയൊക്കെ ചിലവാക്കി കൊണ്ടുപോയി പിള്ളേർ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ട്. ഇന്ന് എൻ്റെ നാട്ടിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക ആളുകളെ. അപ്പം എൻ്റെ വളർച്ച, അപ്പം ആളുകൾ അങ്ങനെ പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന കരുതി ഞാൻ ഇരുന്നതാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ വേദിയിലിരിക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? ഞാൻ നിങ്ങളെ പോലെ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കും ഞാൻ ഇരിക്കുക. അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് കാണണ്ട. ആളുകൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ തെറ്റുമുണ്ട് ശരിയുമുണ്ട്. തെറ്റായതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ സത്യസന്ധമായി ബിസിനസ് ചെയ്യാം. നമ്മുടെ ബിസിനസ്സിനെ സത്യസന്ധമായിട്ട് അൻഫലിക്ക് പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ നമ്മൾ ഇവിടെ വന്നിരിക്കണമെങ്കിൽ നമ്മുടെ അടുത്തൊരു സത്യസന്ധത വേണം. ഈ സത്യസന്ധത എന്ന് പറയുന്ന മാറ്ററിൽ ഇപ്പം നമ്മുടെ ടോപ്പിക് ശരിക്കും ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു പവറിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെ സെലക്ട് ചെയ്തോടത്തും ആ ഒരു സത്യസന്ധത കീപ്പ് ചെയ്യണം എന്നുള്ള വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ക്രിയേറ്ററിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അല്ലാത്തതും നമ്മൾ എൻ്റെ ഡിഫറെൻ്റ് ആണ് അല്ലേ? അത് ഭയങ്കരമായി ശ്രദ്ധിക്കണം കേട്ടോ. അന്ന് ഒരുപാട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗെയിം കളിച്ചു, ഞാൻ കാറ് വാങ്ങിച്ചു, പിന്നെ ഞാനത് പറയാതെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ നജീബോ അല്ലെങ്കിൽ അൻഫലിക്കോ ഇല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സുഹൃത്തുക്കളും ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരാരെയും ഞാൻ എൻ്റെ സുഹൃത്തുക്കളാക്കൂല. കാരണം മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടണ്ട. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബെറ്റിംഗ് ആപ്പൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഇതൊരു ആപ്ലിക്കേഷനാണ്, ഇതിന്റെ കൺട്രോൾ മുഴുവനും ഒരു ടീമിന്റെ കയ്യിലായിരിക്കും. അതിൽ ചുരുക്കി ഒരു അരമിനിറ്റിനുള്ളിൽ പറയാം. ഇപ്പൊ നമ്മൾ പറയുന്ന ഇപ്പൊ റമ്മി കളിക്കോ പൈസ നേടൂ അല്ലെങ്കിൽ ഗെയിം കളിക്കോ പൈസ നേടുമെന്ന് പറയണത് നമ്മൾക്ക് മുന്നിൽ കിട്ടുന്നത് ചെറിയൊരു ഭാഗമാണ്. ഒരു ആപ്ലിക്കേഷന്റെ ഒരു ചെറിയൊരു ഇതിപ്പോ നമ്മൾ ഈ മൊബൈലിൽ നിങ്ങൾക്ക് കാണുന്നത് എന്താ? ഇതിന്റെ ഡിസ്പ്ലേയാ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെക്കാനിസം ഉണ്ട്. ഇതുപോലെ ഒരു സാധനം ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആളുകളുടെ അടുത്തുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ ആപ്ലിക്കേഷനിലൂടെ കളിക്കുമ്പോൾ അത് ഭാഗ്യം കൊണ്ട് ഇപ്പം ചീട്ടാണെങ്കിലും ഗെയിമാണെങ്കിൽ ഭാഗ്യം കൊണ്ട് വന്നില്ല എന്നുള്ളതല്ല. അതിനകത്ത് പോയാൽ അവരുടെ കൺട്രോളിലാണ് അവരാണ് നിങ്ങൾ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത്. സൊസൈറ്റിയിലിട്ടും ഇതേപോലെ മോറലി എത്തിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊന്ന് ഇപ്പൊ AI ഒക്കെ വളരെ വലിയ ആളുകളുണ്ട്. ഇന്നിപ്പോൾ ആപ്ലിക്കേഷനിലൊക്കെ AI ഇട്ടാൽ മതി. നിങ്ങൾ എന്ത് കളിക്കണം, എങ്ങനെ കളിക്കണം, നിങ്ങൾ എത്ര രൂപ കളിക്കും, ഏത് രീതിയിലാണ് നിങ്ങൾ കളിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് എത്ര രൂപയുണ്ട്, അതൊക്കെ എങ്ങനെ ആപ്ലിക്കേഷനിലൂടെ അവർക്ക് എടുക്കുക എന്നുള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ കറക്കം മാർക്സില എന്ന് പറഞ്ഞ മാതിരി ഒമർക്ക് പറഞ്ഞ ഭൂമിയുടെ കറക്കം ഇനി AI-ലാവുന്ന പറയുന്നത്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോണ്ട. ഈ ഗെയിം കളിക്കാൻ പൈസ ബിസിനസ്സിൽ സാമ്പത്തിക നഷ്ടമോ ലാഭമോ ഒക്കെ വന്നാൽ കൂടെ അങ്ങനെയുള്ള ഒരു കാരണവശാലും തലവെക്കല്ലേ ആ പരിപാടിയിലിട്ടാ. അതെല്ലാം നഷ്ടത്തിലേക്ക് ഉണ്ടാവുള്ളൂ. ബിസിനസ് ചെയ്യും നല്ല ആത്മാർത്ഥതയോടെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മുതലാളി സുക്കർബർഗ് ഉണ്ട്, മുതലാളി സുക്കർബർഗ് ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടാ. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞേട്ടാ. നമ്മൾക്കൊരു 100 രൂപ കൊടുത്ത് ഇതിപ്പോ പെരിന്തൽമണ്ണ പഞ്ചായത്താണ്, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പൊ ഒരു 100 രൂപ കൊടുത്ത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു മുനിസിപ്പാലിറ്റി ഒരു 5-8 പഞ്ചായത്ത് ഉണ്ടല്ലേ? അല്ല, നമുക്ക് ഏത് ലൊക്കാലിറ്റി ഉദാഹരണത്തിന് പറയണം. ഇപ്പൊ നമ്മളൊരു 10 പഞ്ചായത്ത് ഉണ്ടെന്ന് വെക്കാം. ഒരു 100 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ 10 പഞ്ചായത്തിൽ പോയി നോട്ടീസ് കൊടുത്ത് വരാൻ പറ്റുമോ? പറ്റില്ല. കാരണം എണ്ണടിക്കാൻ പോലും തകില്ല. യെസ്. പക്ഷെ ഞങ്ങളുടെ മുതലാളി സുക്കർബർഗിനെ കൊണ്ട് പറ്റും. മനസ്സിലാ? നിങ്ങളെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് അത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യണം അവരെ ടാർഗറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ ഇട്ട് ആരും കണ്ടില്ല എന്ന് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് കാണിക്കാനുള്ള അവസരം അതിനകത്ത് തന്നെ ഉണ്ട്. അല്ല, ഞാൻ പണ്ട് ഖത്തറിൽ ജോലി ചെയ്ത സമയത്ത് ഞങ്ങളുടെ കമ്പനി സൂപ്പർ മാർക്കറ്റിന്റെ ഫ്ലയേഴ്സിലെ
ഇതെല്ലാം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ കൊണ്ട് കൊടുക്കും, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക്. കാരണം ആ ഒരു സമയത്ത് എല്ലാവരും മാസമായിട്ട് ഗ്യാദർ ചെയ്യുന്നതല്ലേ, അത് ആ ഒരു ദിവസം അവിടെ പോകുന്ന ആൾക്കാർക്ക് ഇത്ര പൈസ വെച്ച് കൊടുക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യമില്ല. അതിന്റെ പകുതി പൈസക്ക് അതിലും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഈ നോട്ടീസ് എത്തിക്കാൻ പറ്റും. അതെ അതെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇട്ട് ആരും കാണാനില്ല, 2-3 കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഒരു 84 രൂപ സംതിങ്, 84 രൂപ സംതിങ് ആണ് സ്റ്റാർട്ടിങ്. 85 രൂപ എന്ന് വെച്ചോളേ. 85 രൂപ നിങ്ങൾ ദിവസവും ഫേസ്ബുക്കിന് കൊടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് പല ആളുകളെയും കാണിക്കും, പല ആളുകളെയും ആ വെല്ലുവിളി ഏറ്റെടുത്ത് പല ആളുകളെയും കാണിക്കും. സമയം 8 മിനിറ്റ് അല്ലേ? 8 മിനിറ്റുള്ളൂ. മൈക്ക് കൈ കിട്ടിയ പിന്നെ ഞങ്ങൾ വിടില്ല. ഇടയ്ക്ക് ഇനി ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. മൈക്ക് ഒരാളും അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ചോദിക്കട്ടാ. ഒരു 10-15 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. സംഘാടക സമിതിയുടെ അടുത്ത് പറഞ്ഞ 5 മിനിറ്റ് കൂടെ കൂട്ടാൻ പറയണം. അതല്ല, പിന്നെ മുഴുവൻ തീർത്തിട്ട് പോയാൽ മതി. ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയുന്നതിനേക്കാളും അല്ലല്ല, നിങ്ങൾ വളർന്നാൽ നമ്മുടെ നാട് വളരും. നിങ്ങളൊക്കെ പുതിയ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ബിസിനസ് ചെയ്യുന്ന ആൾ നിങ്ങൾ വളരണം, എങ്കിലേ ഞങ്ങളും വളരും. എന്താ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യും? സലീം കുമാർ വെച്ചമാതിരി പാകിസ്ഥാൻ നന്നാവോ? ഇല്ല, നമ്മുടെ നാട്ടുകാർ ഇല്ല, നമ്മുടെ ഓരോ ആളുകളുടെ അടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ ഈ പൈസ പലവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. പ്ലീസ്. ഞാൻ ബുഹാരി ദ ഫുഡ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ബിരിയാണി യൂട്യൂബിലൂടെ കാണിക്കാതെ ബിരിയാണി വിൽക്കുന്ന ആളാണ്. 40ഓളം ഹോട്ടലുകൾ റൺ ചെയ്യിക്കുന്നുണ്ട്. എനിക്ക് 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ പ്രധാനമായിട്ട് ഫിറോസ് കാർഡാണ്. എന്താ ഫോൺ ചെയ്താൽ കിട്ടാത്തത്? 5 ലക്ഷം രൂപയായിട്ട് 5 കൊല്ലമായി നടക്കണു നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഇയാളെ വിളിച്ചാൽ കിട്ടുന്നില്ല. അല്ല, ഞാൻ വിളിച്ചാൽ കിട്ടാത്ത ഒന്ന്, ഞാൻ ഇപ്പം നാളെ ഞാൻ ദുബായിക്ക് പോകുന്ന ആളാണ്. ഞാൻ നാട്ടിൽ ഷൂട്ടിങ്ങുള്ള ദിവസമാണ് കൂടുതലുണ്ടാകുക. ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേരോടെ ഫോൺ അറ്റൻഡ് ചെയ്യാനുണ്ടാവും. പിന്നെ പൈസ എന്നുള്ളതല്ല, പരസ്യം ചെയ്യാൻ നമ്മൾ നോക്കും. നല്ലതാണോ നോക്കിയിട്ടേ പരസ്യം ചെയ്യുള്ളൂ. ലക്ഷങ്ങളല്ല വലുത്, ആളുകളുടെ ജീവനല്ലേ. അതൊരു ഭാഗം. ഞാൻ യൂട്യൂബ് ജീവൻ കേടുവരുത്തുന്ന ഒന്നും നമ്മൾ വിൽക്കുന്നില്ല. എൻ്റെ യൂട്യൂബ് വഴിയൊക്കെ പല ആളുകളും പല ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ആരെക്കൊണ്ട് ചെയ്യിക്കാമെന്ന് എന്നോട് അഡ്വൈസ് ചോദിക്കുമ്പോൾ ഞാൻ പറയും, മറ്റേ പുള്ളിനെ കൊണ്ട് ചെയ്യിച്ചാൽ സൂപ്പറായിരിക്കും. അന്ന് പുള്ളിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടുന്നില്ല. അപ്പം ഇൻഷാല്ല ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത്, സത്യത്തിൽ കുറേ ഫുഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. എത്ര റെസിപ്പി കാണാണ്ട് അറിയാം? ഇല്ല, സത്യം പറഞ്ഞ റെസിപ്പി ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ഇനി അടുത്തത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ബുക്ക് നോക്കണം. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പരിപാടിയെല്ലാം ഉണ്ടാക്കണം. പിന്നെ ഒരു കല്യാണത്തിന്, ഉദാഹരണത്തിന് ഒരു കുക്ക് അല്ലെങ്കിൽ ഒരു ഷെഫ് പോവുകയാണെങ്കിൽ കല്യാണങ്ങളിൽ ഉണ്ടാക്കുന്ന കുറച്ച് പരിപാടി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ദം ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, 3-4 ഐറ്റം ഉള്ളൂ. നമ്മൾ 300-400 ഐറ്റം ഉണ്ടാക്കിയിട്ടിരിക്കല്ലേ ഓർമ്മ വരേണ്ടത്. ചിലതൊക്കെ ഓർമ്മയുണ്ടോ? നമ്മുടെ പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ നാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ ചോറ് വയ്ക്കുക, രസം വയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. നമ്മൾ ട്രൈ ചെയ്യുന്നതൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ആണ്. അപ്പൊ ചിലതൊക്കെ ഞങ്ങൾ ബുക്കിൽ നോക്കിയിട്ടാണ് നമ്മുടെ ഒരു സിനിമ പോലെ ഒരു കഥയുണ്ടാക്കും, എന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. ഞാൻ കണ്ടിട്ടില്ല ആ ബുക്ക് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിനെ, മലൂത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു 10-15 കുക്കർ വാങ്ങും. ഒരു വീഡിയോക്കും വേണ്ടിയിട്ട് സാധനം വാങ്ങണണ്ട് നമ്മൾ നിട്ടും. അപ്പോൾ 10-15 വലിയ കുക്കറുണ്ട്. ഒന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മലൂത്തിൻ്റെ റെസിപ്പി അയച്ചുതരാൻ പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മലൂത്തൊക്കെ ഉണ്ടാക്കി കഴിച്ച്. അങ്ങനെ ചോദിച്ചാൽ റെസിപ്പി അയച്ചു തരും. പിന്നെ നമ്മൾ വലിയ ക്വാണ്ടിറ്റി വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിന്റെ ചോദ്യങ്ങളും കൂടി ഉണ്ടാവും. പിന്നെ ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ 2024 ഫെബ്രുവരി മുതലാണ് നല്ല ആക്റ്റീവായിട്ട് അതിൽ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ വളരെ മാന്യമായൊരു സംഖ്യ എനിക്ക് യൂട്യൂബ് അല്ലാതെയും എനിക്ക് ലഭിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇപ്പം സംസാരിക്കുന്ന ഓരോ 2 സെക്കൻഡിലും എൻ്റെ വീഡിയോസ് ഓരോ ആളുകൾ കാണുന്നുണ്ട്. ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമുക്കറിയില്ല, ഇത് യൂട്യൂബിൽ വീഡിയോ തുടങ്ങാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇനി രക്ഷപ്പെടണമെങ്കിൽ, കാരണം അതിൻ്റെ 4-5 കൊല്ലം മുന്നേ 20 ലക്ഷം രൂപയോളം പത്രത്തിലൊക്കെ പരസ്യങ്ങൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് നഷ്ടപ്പെട്ട ആളാണ്. ഇനി ഈ യൂട്യൂബ് ഇതുപോലെയുള്ള കാര്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഷാരിഖ് ഷംസുദ്ദീൻ, അതുപോലെ തന്നെ താങ്കൾ, ഇദ്ദേഹത്തിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ട് ആണ് ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. ശരിക്കും ലൈഫ് രക്ഷപ്പെട്ടു. മാന്യമായൊരു സാമ്പത്തികമുണ്ട്. ഇനി എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ 3 പേർക്കും എത്ര ബാങ്ക് ബാലൻസ് അക്കൗണ്ടിലുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നായിരിക്കും. താങ്ക് യു.
രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അക്കൗണ്ട് ബാലൻസ് പറയാൻ പാടില്ല. അതെന്തോ സാലറിയും പ്രായവും പറയാൻ പാടില്ല എന്നെന്തോ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതല്ല, ടേംസ് ആൻഡ് പോളിസി രണ്ടാമത്തെ ഇരിക്കട്ടെ. പക്ഷെ എങ്കിലും എനിക്ക് വീട്ടിൽ പോണ്ടേ, പെണ്ണുങ്ങളോട് ബാലൻസ് സാലറിയും ചോദിക്കാൻ പാടില്ല. അല്ല, നമ്മള് ബാലൻസ്, ഞാൻ എന്നല്ല ആരും നിങ്ങളുടെ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞ് നടക്കാൻ പാടില്ല. നിങ്ങൾ എന്തോ ചെയ്യും, ബിസിനസ് ചെയ്യും, ബാങ്ക് ബാലൻസോ കാര്യങ്ങൾ. ഫോളോവേഴ്സ് എത്ര ഉണ്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഏകദേശം ഒരു 1.5 കോടി ആളുകൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അല്ല, ഈ സോഷ്യൽ മീഡിയ തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ജനറ്റിക്കലി എണീറ്റ് നിൽക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറഞ്ഞേക്കാം. 4 കാലിൽ നടക്കാൻ പറ്റാവുന്ന ഒരു തരം രൂപഭംഗിയാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നടക്കാണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുമ്പേ നടന്ന ആൾക്കാർ നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ ചെറുപ്പത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും, വീഴും. അപ്പോൾ നമ്മൾ തളരാതെ വീണ്ടും എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ട്രൈ ചെയ്താണ് നമ്മൾ 2 കാലിൽ നിൽക്കാൻ പഠിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. അതേപോലെ തന്നെ തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു 5-6 വീഡിയോ ചെയ്യുമ്പോൾ അത് ആ ബുദ്ധിമുട്ടൊരു ശീലവും, പിന്നെ ആ ശീലം അങ്ങോട്ട് മറക്കും. പക്ഷെ ആ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടാവും. അതല്ല, ഒരു കാര്യത്തിനിടയിൽ കൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പിന്നെ നമ്മളിപ്പോൾ പുള്ളി സാറ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലേക്ക് സ്വിച്ച് ചെയ്താലുള്ള ഗുണം എന്തറിയോ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ബിസിനസ് നടക്കും. അതേപോലെ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നജീബിനൊക്കെ നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് ഭയങ്കര സംഭവമാണ്. പറഞ്ഞു. അതെ. അപ്പോൾ അതൊരു കാര്യം ഭയങ്കരമായി ശ്രദ്ധിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ബിസിനസ്സിനെ സ്വിച്ച് ചെയ്തുകൊണ്ട് രണ്ടാമതൊരു ഗുണം കിട്ടുന്നത്, നമുക്ക് നിന്ന് പൈസയും കിട്ടും. ബിസിനസ്സുകാരെ അത് പ്രതീക്ഷിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ബിസിനസ്സുകാരെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവര് പ്രൊഡക്റ്റിന് മാക്സിമം അത് നോക്കാം. സോഷ്യൽ മീഡിയയിലെ പൈസ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നജീബിന് ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ പെർ മന്ത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിജയിച്ചു കഴിഞ്ഞാൽ 50 ചിലപ്പോൾ മണിക്കൂറിൽ 50 ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ പറ്റും. നജീബിന് 50 ലക്ഷം റുപ്യ കേരളത്തിൽ കിടന്ന് നാട്ടോത്തി പറഞ്ഞാൽ 50 ലക്ഷം റുപ്യ തന്നെ കിട്ടുള്ളൂ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ബിസിനസ് അതല്ല, നിങ്ങൾക്ക് ലോകം മുഴുവൻ പറഞ്ഞിരിക്കാൻ പറ്റും. കേൾക്കാൻ നല്ല രസമുണ്ട്. അല്ല, വേറെ കാര്യം, നമ്മുടെ MLA നജീബ് കാന്തപുരം വന്നിട്ടുണ്ട്. ശരിക്കും മൂപ്പരെ ഞാൻ വളരെ ചെറുപ്പം മുതൽ സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ്. കാരണം ഞങ്ങൾ ഒരേ പേരാണ്. അപ്പോൾ ഈ ഒരേ പേരുള്ള ആളുകൾ, ഇപ്പോൾ ഞങ്ങൾ മറ്റേ പാമ്പ് പിടിച്ചിട്ട് ഒരാളെ മരിച്ചപ്പോൾ ഞാഞ്ഞൂല് എഴുന്നേറ്റ് ഞങ്ങൾ കുടുംബക്കാരോട് കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നറിയില്ലേ, അതേ വരിയാണ്. അപ്പോൾ മൂപ്പര് രക്ഷപ്പെട്ടോണ്ട് ഞാനും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സത്യത്തിലേ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാം. മൂപ്പര് ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട് ചോദിച്ചില്ലേ, എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. പറയരുത്. അല്ല, അത് ഏത് ബാങ്കാന്ന് കൂടി പറയണം. നിങ്ങൾക്ക് 3-4 അക്കൗണ്ടുകളൊക്കെ അറിയാം. അത് മൂപ്പര് ചോദ്യം ഇവിടെ പറയേണ്ട ഉത്തരാണ്. അതുകൊണ്ട് ഞാൻ പറയണേ, ഇവിടെ ഇരിക്കണോലൊക്കെ ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം റുപ്യ ബാലൻസ് ആയാൽ ഞാൻ അടുത്ത് ചിന്തിക്കുന്നതാണോ, ഇതുകൊണ്ട് എന്ത് വാങ്ങി എന്ത് വിറ്റ് 100 റുപ്യ ലാഭം കിട്ടും, അപ്പോൾ വാങ്ങും ഒരു വണ്ടി. അതാണ് ബിസിനസ്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ പൈസയേ ഉണ്ടാവരുത്. വട്ടച്ചെലവിനില്ലേ ഗൂഗിൾ പേ ചെയ്യാല്ല 5000 10,000. എൻ്റെ പിന്നെ അനിയനും മാനേജറൊക്കെ അവിടെ ഒക്കെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ 10,000 റുപ്യ വാങ്ങും. അത് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും. അക്കൗണ്ടിൽ ബാലൻസ് വന്നാൽ വണ്ടി വാങ്ങണു, അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം വാങ്ങണു, അത് വിൽക്കണു, ലാഭം കിട്ടണു, അക്കൗണ്ടിൽ പൈസ വരുന്നു, വീണ്ടും വാങ്ങണു. അല്ലാതെ ഇതും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് നമുക്ക് എന്താ കിട്ടണേ? നിങ്ങളെ പോലെ തന്നെ ഞാനും അക്കൗണ്ടിൽ കുറച്ച് പൈസ ബാക്കിയെന്ന് അപ്പോൾ വാച്ച് വാങ്ങും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോഴേ പുള്ളിൻ്റെ ഇതിന് വന്ന് തുടങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് തുടക്കത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ ഈ കമൻറ്റ് ബോക്സാണ് നമ്മളെല്ലാവരെയും പേടിപ്പിക്കുക. ഇന്ന് പടച്ചോനനുഗ്രഹം കൊണ്ട് വലിയ ദ്രോഹം വന്നിട്ടില്ല. ഫിറോസ്ക്ക് ആദ്യം പറഞ്ഞ പോലെ നല്ല ചെയ്താൽ നല്ല കിട്ടും. നമ്മൾ നല്ലൽക്ക് നിന്ന ആൾക്കാർ നല്ലൽക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ആളുകൾ കമന്റ് ചെയ്യണം നമ്മൾ നോക്കണ്ട. പക്ഷെ കമന്റ് ബോക്സിൽ ഇന്നൊരാൾ കളിയാക്കി, ഇത് ആദ്യം മലയാളം പഠിച്ചിട്ട് വീഡിയോ ചെയ്യുമോ. ഞാൻ ഈ കമന്റ് എടുത്തിട്ട് എന്ത് ചെയ്ത്, ഈ കമന്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് വീഡിയോ ചെയ്ത്. ഇംഗ്ലീഷ് മനപ്പാഠം പഠിച്ചിട്ടാണ് ചെയ്ത്. ഒരു വണ്ടിനെ പറ്റി എൻ്റെ പിന്നെ സ്റ്റാഫിനോട് പറഞ്ഞ് എഴുതി കൊണ്ടാണ് കംപ്ലീറ്റ് എഴുതി തന്നു. ഞാൻ ഇരുന്ന് കാണാപ്പാഠം പഠിച്ചു. സലാത്ത് എല്ലണമാതിരി വീഡിയോ എടുത്തു, ഇംഗ്ലീഷിൽ വിട്ടു. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോ എന്താണോ, അല്ല നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല. മറ്റൊരാളെ പോലെ ജീവിക്കണം പറയുമ്പോൾ ബുദ്ധിമുട്ട്. അയാൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ജീവിക്കാൻ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം നമ്മുടെയാണ്, നമ്മളത് ജീവിക്കാം. നമ്മുടെ ഭാഷ നമ്മുടെയാണ്. ഉദാഹരണത്തിന് പാലക്കാട് നിന്നും പാലക്കാടൻ ഭാഷയിൽ വീഡിയോ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. അത്ര വലിയ പരിഷ്കാരമൊന്നുമില്ല. പിന്നെന്താ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അക്ഷരസ്ഫുടത്തെ ചേർത്തി പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്താ, എല്ലാവർക്കും മനസ്സിലാവണേ. ശരിക്കും പാലക്കാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ പറഞ്ഞിങ്ങനെ നീട്ടും. എന്താന്ന് സുഖമല്ലേ, നിങ്ങൾക്ക് എവിടെ പോയി, നിങ്ങൾക്ക് എന്തിനു വന്നിരിക്കുന്നു ഇവിടെ, വേല കാണാൻ എന്താണെന്ന്
അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭാഷയാണ്. അപ്പൊ നമ്മൾ എൻ്റെ തുടക്കത്തിലെ എൻ്റെ ഒറിജിനൽ പാലക്കാടൻ ഭാഷയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭാഷയോ നമ്മുടെ കളറോ ഭംഗിയോ ഒന്നുമല്ല. നമ്മുടെ ഒരു തോന്നലുണ്ട്, ഞാനൊക്കെ കാണാൻ ഗ്ലാമർ ഉണ്ടോ എന്നൊരു തോന്നലുണ്ട്. സത്യത്തിൽ നിങ്ങളാണ് ഗ്ലാമർ. നിങ്ങൾ കണ്ണാടി പോയി നോക്കണം. നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്മാരും സുന്ദരികളും. നിങ്ങൾ തന്നെ കണ്ണാടി പേര് നോക്കണം. ഞാൻ പണ്ട് അങ്ങനെ വിചാരിച്ചിട്ടാ, എന്നെ കാണാനൊക്കെ ഒരു ഗ്ലാമർ ഉണ്ടോ എന്നുള്ള വിചാരിച്ചത്. പക്ഷെ എന്നെ എത്ര ആളുകൾ ഫോളോ ചെയ്യുന്നില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഗ്ലാമർ ഉണ്ട് അല്ലേ. അതുപോലെ എല്ലാവരും ഗ്ലാമർ ഉണ്ട്. ഇതൊരു കാരണം വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നിങ്ങൾ മടിക്കണം. നിങ്ങളുടെ ഫേസിനെയോ നിങ്ങളുടെ സംസാരത്തിനോ നിങ്ങളുടെ ഭാഷനെയോ നിങ്ങളുടെ നാടിനെയോ ഒന്നും നിങ്ങളൊരു പ്രശ്നമാക്കണ്ട. എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അത് നമ്മുടെ തോന്നലാണ്, നമ്മുടെ ഈഗോ ആണത്. ഒരാൾ കൂടി ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തിട്ട് തീർച്ചയായും ഈ ചേച്ചി ഇവിടെ വന്നിട്ട് നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ പോയാലേ അടുത്ത ആൾക്കാരെ കേട്ടാൻ പറ്റുള്ളൂ. ഹലോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ? ഹലോ, കുറച്ചു നേരമായി നിൽക്കുന്നു. ഫിറോസ് കാവിടെ. എൻ്റെ ചോദ്യം ഫിറോസ് കാടാണ്. എൻ്റെ പേര് സനു. ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. ഞാൻ ആക്ച്വലി ഹലുവാണ് വെക്കുന്നത്. ഫുൽവ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. നമ്മൾ ഓൺലൈനിലാണ് സെല് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഫിറോസ്ഖൻ്റെ ചീരകൃഷി അത് ഭയങ്കര വൈറലായിരുന്നു. ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു ഓഫീസ് തന്നെ ഫിറോസ്ഖൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ കേട്ടു. അപ്പോൾ ഫിറോസ്ഖാണ് ഹൽവ ഓൺലൈനിൽ വെക്കുന്നുണ്ടെങ്കിൽ ഫിറോസ്ഖ് എങ്ങനെയായിരിക്കും ഹൽവ വെക്കുക എന്നറിയാൻ ഭയങ്കര കൗതുകമുണ്ട്. വളരെ കുറഞ്ഞ വാക്കുകളാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപകാരം. ഞാനും കൂടി അതിനകത്ത് ആഡ് ചെയ്യാം ആ ക്വസ്റ്റ്യനിൽ. അല്ല, ഒരു പൂർണ്ണമായി മനസ്സിലായില്ല കേട്ടാ. അതായത് ഹലുവ ബിസിനസ് ആണ്. ഞങ്ങൾ ഫുൽവ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഹലുവ കൊടുക്കണല്ലോ. നമ്മൾ ഈവന്റിന്റെ ഗിഫ്റ്റിംഗ് പാർട്ണറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും നമ്മുടെ ഹലുവ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ പറയൂ കേട്ടോ. ഹലുവ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അത് വിൽക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു യുണീക്നെസ് കൊണ്ടുവരണം. ഹലുവ ഇപ്പൊ ഞാൻ ചീര കച്ചവടം പറഞ്ഞ എല്ലാവരും ചീര വെക്കുന്നുണ്ട്, പല ചീര വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചീര വെക്കാൻ പോയില്ല. ഞാൻ പുതിയൊരു ചീര കണ്ടുപിടിച്ച് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഫേമസ് ആയിട്ടുള്ള ഒരു ചീരയെ ഞാൻ എന്തായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഹലുവ നിങ്ങൾ കച്ചവടമാവില്ല, അല്ലെങ്കിൽ എങ്ങനെ വിൽക്കാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ യുണീക്നെസ് കൊണ്ടുവന്നു ആ ഹലുവ നിങ്ങളുടെ അടുത്തേ ഉള്ളൂ. ജനങ്ങൾ നിങ്ങളുടെ അടുത്തേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാം. എല്ലാവരും വെക്കുന്നതും വെക്കണ്ട. ഹലുവ ഇഷ്ടപ്പെടാത്ത ആളുകളേ ഇല്ല. എല്ലാവർക്കും ഈ ഹലുവ പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള കാര്യമാണ്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ വരുമ്പോൾ പറഞ്ഞിട്ട് വന്നാണ്, ഭാര്യ പറഞ്ഞാണ് ഹലുവ വാങ്ങിച്ചിട്ട് വരെ. നമ്മൾ ഇങ്ങോട്ട് പോകുന്നവരപ്പോഴേ കോഴിക്കോട് പറഞ്ഞ ഹലുവിന്റെ കേന്ദ്രമുള്ളൂ. എന്തായാലും വാങ്ങണ്ട. കോഴിക്കോടൻ ഹലുവ ഇവിടുന്ന് കിട്ടും. ഫുൽവന്റെ ഹലുവ എന്തായാലും ഉണ്ടാവും ഫിറോസ്. തീർച്ചയായും. ഇവിടെ ഒരു ചോദ്യം. ഫുൽവ ഒരു വളരെ actually like we are running out of time. Okay. Thank you so much for understanding. And Fulva is like one startup venture. അവരിവിടെ 7 രാജ്യത്തോളം 7 അല്ല അതിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് നമ്മുടെ കോഴിക്കോട് ഹൽവ ഓൺലൈനിലൂടെ they are making sure that like this being reached. And that's the team Fulva, like making sure that the Kozhikode halwa is accessible to all. So with that, thank you so much for this great conversation. I'm pretty sure ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും കൂടി ചോദിക്കാനുണ്ട് എന്നുള്ളത്. But still, thank you so much for being here with us. ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹ സമ്മാനം സ്വീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. And may I? Yes sir. ഒരു മിനിറ്റ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? അതെ, ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എല്ലാവരും വളർന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ ഈ മുന്നിലിരിക്കുന്ന ആളുകൾ വളർന്നിരിക്കണം. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം സഹിച്ചതിന് നന്ദി. ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇനി സംശയം ചോദിക്കാൻ ആരോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫിറോസ് ഖാൻ ആക്സസ് സംഭവം ഒരു ദിവസം ഫുള്ള് കിട്ടിയാലും ഞങ്ങളത് തീരൂല. അതെ, ഇവിടെ വെച്ച് നിർത്തുന്നു. അവർ ചോദിച്ചും തീരില്ല. They were enjoying your conversation.